ഹായ് കൂട്ടരേ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനങ്ങനെ ഹോസ്പിറ്റലിലായി കേട്ടോ. കുറേ ദിവസം മുന്നേ അടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് നല്ല വയറുവേദനയായിരുന്നു. വരണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഹോസ്പിറ്റലിലാക്കിയപ്പം ചെറിയൊരു കിഡ്നി സ്റ്റോണാണേ. അപ്പോൾ രാത്രി അമ്മ കൂട്ടിനുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പം ഇന്ന് നമുക്ക് സ്കാനിങ്ങിന് പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റോണിൻ്റെ വലിപ്പമൊക്കെ അറിയാനൊക്കെ ആയിട്ട് നമ്മളിന്ന് സ്കാനിങ്ങിന് വിടും. എനിക്കിതാ ഈ ക്യാനുല കയ്യിലിരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ദിവസേന ഉള്ള ഇഞ്ചക്ഷൻ ഡയറക്റ്റ് കിട്ടണ്ടല്ലോ എന്ന് കരുതി അതവിടെ വെച്ചേക്കുവാണ് കേട്ടോ. രാവിലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഗുളികയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്യാപ്സ്യൂളാണ്, കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ എടുത്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് പപ്പ വന്നു കേട്ടോ. പപ്പ വന്നപ്പം അമ്മ വീട്ടിലോട്ട് പോവുകയാണേ. ഇപ്പം ഞാനും പപ്പയും കൂടെയാണ് കേട്ടോ സ്കാനിങ്ങിന് പോകുന്നത്. അപ്പം സ്കാനിങ്ങിൻ്റെ സമയം കിട്ടാത്തതുകൊണ്ട് വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തൊടുപുഴയ്ക്ക് പോവാണ് കേട്ടോ. തൊടുപുഴ പോയിട്ട് വേണേൽ സ്കാൻ ചെയ്യാൻ. അപ്പോൾ ഞാനും പപ്പയും കൂടി തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ പുറകിൽ ഒരു സ്കാനിങ്ങിൻ്റെ ഇതുണ്ട്, അവിടെയാണ് കേട്ടോ സ്കാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്കാനിങ്ങിനുള്ള ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നാണ് കേട്ടോ. അപ്പോൾ അവരെന്നോട് വയറ് നിറയെ വെള്ളം കുടിക്കാൻ പറഞ്ഞ് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ സ്കാനിങ്ങിന് വിളിച്ചു. അപ്പം നമ്മുടെ വെള്ളം കുടിച്ച് ബ്ലാഡർ ഫുള്ളായില്ല എന്നും പറഞ്ഞ് എന്നെ വീണ്ടും വെള്ളം കുടിക്കാൻ പറഞ്ഞു വിട്ടു. ഞാനിവിടെ മെനക്കെട്ടിരുന്ന് വെള്ളം കുടിയാണ് കേട്ടോ. വെള്ളം കുടിച്ച് ഞാനും മടുത്തു കേട്ടോ. എന്നാലും വേണ്ടില്ല. പപ്പ അവിടെ ഇരുന്ന് ഉറക്കം തോന്നുന്നുണ്ട്. അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് നമുക്ക് റിപ്പോർട്ടൊക്കെ കിട്ടി. ഇനി അത് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ച് ഹോസ്പിറ്റലിലെത്തിയേ. ഇനി നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടാണ് ഡോക്ടർ ബാക്കി മരുന്നൊക്കെ പറയത്തുള്ളൂ. നമ്മൾ എന്തസുഖം വന്നാലും ഓടി വരുന്ന നമ്മുടെ സ്ഥിരം ഹോസ്പിറ്റലാണ് കേട്ടോ അത്. അങ്ങനെ ഡോക്ടറെ കാണാനൊക്കെ ഇരുന്നു. സ്റ്റോണൊക്കെ ചെറുതാ, കുഴപ്പമൊന്നുമില്ല, മരുന്നിൽ മാറും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മൾ റൂമിലെത്തി. എന്നെ വീണ്ടും ഡ്രിപ്പിട്ട് കിടത്തി. അപ്പം പപ്പ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിത് തന്നെ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഡ്രിപ്പൊക്കെ ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നേ. നമ്മൾ മൂലമറ്റം പോകുന്ന വഴിയാണ് കേട്ടോ. ആ കാണുന്ന വീട് എന്നെ മലയാളം പഠിപ്പിച്ച ടീച്ചറിൻ്റെ വീടാണ് കേട്ടോ. മൂലമറ്റത്തിനുള്ള ബസ്സൊക്കെ പോകുന്നുണ്ടേ. ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി മുഷിപ്പായിരുന്നു കേട്ടോ. കാരണം ഒരാളും മിണ്ടാനുമില്ല, പറയാനുമില്ല, ഒന്നുമില്ല. ഫോണൊക്കെ നോക്കി മടുത്ത്. അങ്ങനെ വൈകുന്നേരം ആയപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പം കുളിയൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ഇനി അലക്കാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ വീട്ടിലോട്ട് കൊടുത്തണം. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ. അഡ്മിറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോൾ വന്നാലും നമ്മൾ സ്ഥിരം അഡ്മിറ്റ് ആക്കുന്നത് ആദ്യം കാണുന്ന 2-ാം നമ്പർ മുറിയായിരുന്നു കേട്ടോ. ഇത്തവണ ഞാൻ വന്നപ്പോൾ 2-ാം നമ്പറിൽ ഒരാൾ ഒബ്സർവേഷനിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഇന്ന് 4-ാം നമ്പറിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് പൊന്നുമൊക്കെ ചോറുമായിട്ട് എത്തിയിട്ടുണ്ട് വൈകിട്ടേ. കഴിഞ്ഞ കൊല്ലം ഞാൻ പൊന്നുവിന് തയ്ച്ചു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ, സാരി വെട്ടി. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ്. അപ്പോൾ പൊന്നുമൊക്കെ വന്നപ്പോൾ കൊതുക് തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പം പൊന്നു വരുന്നത് ഈ ജനലങ്ങ് തുറന്നിടും, ഉള്ള കൊതുക് മൊത്തം വന്ന് കയറും കേട്ടോ. അങ്ങനെ ചോറൊക്കെ കൊണ്ട് അവർ തിരിച്ച് പാത്രം കൊണ്ടുപോകണം, എന്നാലേ നാളെ തിരിച്ച് ചോറും കൊണ്ട് വരുള്ളൂ. ഇവിടെ കൊതുക് തിരി കൈയോടെ കത്തിച്ച് വെച്ചു കേട്ടോ. അനിയൻ അവിടെ ഫോണിൽ തോണ്ടി കളിച്ചുകൊണ്ട് കിടപ്പുണ്ടേ. ഇപ്പം ഞാനാണോ ഇവനാണോ പേഷ്യൻ്റ്? അവൻ്റെ കിടപ്പ് കണ്ട അവനാ പേഷ്യൻ്റ് എന്ന് തോന്നുന്നത്. ചോറും കൊണ്ട് വന്നതാണ്. അങ്ങനെ ഇന്ന് 5-ാമത്തെ ദിവസമായി കൂട്ടുകാരെ. കുറേ ദിവസത്തെ കുത്തും മരുന്നും എല്ലാമായിട്ട് നമ്മൾ ഇന്ന് 5-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ. കുറേ ഇന്നലെ തൊട്ടേ കയ്യേക്കാലെ പിടിച്ചിട്ടാണ് ഇന്ന് ഡിസ്ചാർജ് ആക്കുന്നത്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു, റൂമൊക്കെ അടച്ചു. ഇനി നമുക്ക് താഴെ പോയി ബില്ലൊക്കെ അടച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ വാസം 5-ാമത്തെ ദിവസം അവസാനിച്ചു കേട്ടോ. വയ്യാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല.
അങ്ങനെ ഞാൻ എന്താ മുറ്റത്തുനിന്നൊരു ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നല്ല വെയിലാണേ. അങ്ങനെ എന്താ നമ്മൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വയ്യ കൂട്ടുകാരെ, നല്ല ക്ഷീണമുണ്ട്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. മടുത്തു, വയ്യ.